ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും. കുറേയായി പുഡിങ്ങിൻ്റെ റെസിപ്പിയൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പുഡിങ് തന്നെയാണ്, ടെൻഡർ കോക്കനട്ടിൻ്റെ പുഡിങ്ങാണ്. അപ്പോൾ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. 2 ടെൻഡർ കോക്കനട്ടിൻ്റെ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വെള്ളവും കഴമ്പും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് നമ്മൾ ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് കുതിർക്കാൻ വെക്കുക. കുതിർത്തൊരു 10 മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം നമ്മളത് അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ അതാണ് ആദ്യം ചെയ്യണത്. ഇനി വേണമെങ്കിൽ നമുക്കിതിന് പകരം ടെൻഡർ കോക്കനട്ടിൻ്റെ വെള്ളം വെച്ചിട്ട് ഇതേപോലെ മെൽറ്റാക്കി എടുക്കുകയാണെങ്കിൽ അപ്പോൾ ആ ടെൻഡർ കോക്കനട്ടിൻ്റെ ഫ്ലേവർ നമുക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് കിട്ടും. ഇത് ഞാനിപ്പോൾ വെള്ളത്തിലാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. അങ്ങനെ ചെയ്യുകയാണെങ്കിലും നല്ലതാണ്. ഞാനിപ്പോൾ വെള്ളത്തിലാണ് കേട്ടോ കുതിർത്ത് ഇട്ടുള്ളത്. പിന്നെ നമുക്ക് ഏകദേശം ഒരു 1.5 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് പാല് ഒന്ന് ചൂടാക്കാനുള്ളതാണ്. അതിലേക്ക് ഏകദേശം ഒരു അര കപ്പൊക്കെ പഞ്ചസാര ഇട്ടാലും മതി. പിന്നെ നമ്മളതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പോളം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു നല്ലൊരു തിക്നെസ്സും വരും. നല്ലൊരു അറിയാമല്ലോ, മിൽക്ക് മെയ്ഡ് ചേർത്താൽ പൊതുവെ പുഡിങ്ങുകൾക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. ഓവറായിട്ട് തിക്കായി കുറുകുക അങ്ങനെയൊന്നും വേണ്ട. നമ്മളിത് ഇതിലേക്ക് നമ്മുടെ മെൽറ്റായിട്ടുള്ള ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സായി വരണം. പിന്നെ നമ്മൾ ടെൻഡർ കോക്കനട്ട് ഒരെണ്ണത്തിൻ്റെ കഴമ്പും കുറച്ച് വെള്ളം ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം കൂടെ ചേർത്തൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ഒരെണ്ണത്തിൻ്റെ കഴമ്പ് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ടെൻഡർ കോക്കനട്ടിൻ്റെ വെള്ളവും ചേർത്തിട്ട് കരിക്കും വെള്ളം ചേർത്തിട്ട് ഒന്ന് അടിച്ചതിന് ശേഷം ബാക്കി വെള്ളം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇതിപ്പോൾ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാനിവിടെ മെൽറ്റായിട്ടുള്ള ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് ഇളം കരിക്കിൻ്റെത് ആണ് ഉപയോഗിക്കുകയാണ് കേട്ടോ, കുറച്ചും കൂടെ നല്ലത് കഴമ്പൊക്കെ. അപ്പോൾ പെട്ടെന്ന് അടിഞ്ഞ് കിട്ടുകയും ചെയ്യും, അല്ലെങ്കിൽ അത് നല്ലൊരു കട്ട പോലെയായിട്ട് നിൽക്കും. അപ്പോൾ അതിന് ഇളം കരിക്കിൻ്റെ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊന്ന് നന്നായി ആ ഒരു അതിൻ്റെ തെരിതെരിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടാൻ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് അടുപ്പത്ത് വെച്ചൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ പാലും ഇതൊക്കെ കൂടെ ഒന്ന് മിക്സായി എടുക്കാൻ വേണ്ടി മാത്രം. പിന്നെ നമുക്ക് ആ കരിക്കും വെള്ളം കൂടെ നന്നായി അടിഞ്ഞ് വന്നതിന് ശേഷം ബാക്കിയുള്ള ടെൻഡർ കോക്കനട്ടും കുറവുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വാനില എസൻസ് അല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താലും നല്ല ടേസ്റ്റാണ്. ടെൻഡർ കോക്കനട്ടിൻ്റെ പുഡിങ്ങിലൊക്കെ ഏലക്കാപ്പൊടി ചേർത്താൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വാനില എസൻസിനെക്കാട്ടി നല്ലത് ഏലക്കാപ്പൊടി ആയിരിക്കും എന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഇതിൽ വാനില എസൻസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുപ്പത്ത് വെച്ചിട്ടൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടാൻ ചൂടായി വെച്ചിട്ടുള്ള അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങാണിത്. ടെൻഡർ കോക്കനട്ട് ഇപ്പോൾ തേങ്ങ ഇളനീനൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. അപ്പോൾ ചൈന ഗ്രാസിൻ്റെ അളവ് കുറച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു ഫ്ലഫി ആയിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ ആണ് നല്ലത്. ഇനിയിപ്പം നമ്മൾ ഒരു കഴമ്പാണ് അടിച്ചെടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു എണ്ണത്തിൻ്റെത് ഒരു പകുതിയിൽ കൂടുതൽ ഞാനിതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇളം കരിക്കിൻ്റെതാണ് നല്ലത്. അപ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹാർഡായി പോകും. അപ്പോൾ ആ ഒരു തരത്തിലുള്ള കഴമ്പ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അത് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിക്കായി വരും. ആ ലൂസിൽ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കരുത്. ചൈന ഗ്രാസ് ആയ കാരണം പെട്ടെന്ന് തന്നെ സെറ്റായി വരും. അപ്പോൾ ഫുള്ളായിട്ട് സെറ്റായി വരണ്ട, ജസ്റ്റ് ഒന്നായി വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ്ങാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ പുഡിങ്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുകളിൽ പിന്നെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങിപ്പോയാൽ നമുക്ക് കടിക്കാൻ കിട്ടാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എത്ര വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, അത്രയും ടേസ്റ്റ് ആയിരിക്കും.
നമ്മൾ ഈ നട്ട്സൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റിയാണ്. അപ്പോൾ അതേ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് നട്ട്സൊക്കെ ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുക്കാം. ബദാം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ എന്താ പറയുക, കപ്പലണ്ടി മുട്ടായി ഇല്ലേ, അത് വേണമെങ്കിൽ, പീനട്ട് ക്യാൻഡി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ പക്ഷെ അതിനെക്കാട്ടി എനിക്ക് ടേസ്റ്റായിട്ട് തോന്നണത് വെറുതെ ജസ്റ്റ് ഈ ടെൻഡർ ഈ ഇളനീരിൻ്റെ പീസ് ഇട്ട് കൊടുക്കുകയാണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നണം. ഞാനിപ്പോൾ ഇതിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയുക, നമ്മുടെ പിസ്ത ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പിസ്ത ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബദാം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ ഒരു ജസ്റ്റ് ഇളനീരിൻ്റെ ഇത് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഭംഗിക്ക്. അപ്പോൾ ഞാൻ ചെറുതിലൊക്കെ ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ മറിച്ചിട്ടിട്ട് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം ചെറിയ ചെറിയ പാത്രങ്ങളിലൊക്കെ ആക്കിയാണെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ സെർവ് ചെയ്യാനും കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. അതേപോലെ ചെറിയ ചെറിയ ബൗളുകളിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ. അപ്പോൾ ഇനി നമുക്കതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊരു 3-4 മണിക്കൂറൊന്ന് സെറ്റ്. ചൈന ഗ്രാസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. അപ്പോൾ ഞാനിതാ കണ്ടത് തിരിച്ചിട്ടിട്ട് അങ്ങനെ ആക്കാനും നല്ല ഇതാണ്, ടേസ്റ്റ് അല്ല, അങ്ങനെ ആക്കിയാൽ കുറച്ചും കൂടെ ലുക്കായിരിക്കുമല്ലോ. അപ്പോൾ കണ്ടത് ഇതേപോലത്തെ ബൗളുകളിലൊക്കെ ആക്കിയിട്ട് നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അവിടെ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചൈന ഗ്രാസ് കുറച്ച് യൂസ് ചെയ്താൽ മതി, അപ്പോഴാണ് ഈ ഒരു തരത്തിൽ കിട്ടുകയുള്ളൂ. കൂടുതൽ യൂസ് ചെയ്താൽ ഒന്നും കൂടെ ഹാർഡായി വരും. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു 10 ഗ്രാമൊക്കെ ഏകദേശം എടുത്താൽ മതി. ഇത്രയും 2 ഇളനീരിൻ്റെനൊക്കെ 10 ഗ്രാമൊക്കെ എടുത്താൽ മതി. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന്